ലോകചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണവും നിഗൂഢമായ കൊലപാതകം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ആണ്. 1963 അദ്ദേഹം വധിക്കപ്പെട്ടതിനു ശേഷം ഇന്ന് 62 വർഷങ്ങൾ പിന്നിട്ടു. ലോകത്തിലെ ഏറ്റവും കനത്ത സെക്യൂരിറ്റിയിൽ കഴിയുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഒരു മനോരോഗി തെരുവിൽ നടക്കുന്ന ഒരാൾ വെടിവെച്ചു കൊന്നു എന്ന അന്നത്തെ സർക്കാരിന്റെ ഭാഷയാണ് ഇന്നും അതിനെ വിവാദമാക്കി നിലനിർത്തുന്നത്. ജോൺ ഫിറ്റ്സ് ജെറാൾഡ് കെന്നഡി, JFK, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ്. ഒരിക്കലും മാച്ചുകളയാനാകാത്ത തെളിവുകളുടെ മൊസാദ് ഇന്നും പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരു കേസായിരുന്നു ഇത്. കൈവിട്ടുപോയ അമേരിക്കയെ തിരിച്ചുപിടിക്കാൻ മൊസാദ് ചെയ്ത ഓപ്പറേഷൻ എന്ന ആരോപണം, ചില പ്രൊട്ടസ്റ്റന്റ് നേതാക്കൾ പ്രതിക്കൂട്ടിൽപ്പെട്ട ആരോപണം, ലോക സൈനിക അച്ചുതണ്ടായി ഇന്നും വാഴുന്ന അമേരിക്കൻ ഇസ്രായേൽ ലോബിയുടെ പുത്തൻ വാഴ്ചകളുടെ കാലത്ത് ഈ വധം വീണ്ടും വിവാദമാകുന്നു. ഇസ്രായേലും മൊസാദും വീണ്ടും വിവാദത്തിലേക്ക് വരുന്നു. ജോൺ ഫിറ്റ്സ് കെന്നഡി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നത് ഇന്നും നിഗൂഢമായി തന്നെ, എന്നാൽ ഏവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമായി തന്നെ നിലകൊള്ളുന്നു. ജോൺ ഫിറ്റ്സ് ജെറാൾഡ് കെന്നഡി, JFK, നിരവധി സിനിമകളിലെ പ്രമേയമായ സിനിമാ കഥകളെ വെല്ലുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 43 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന അസാധാരണമായ പദവി. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ റോമൻ കത്തോലിക്കൻ എന്നതായിരുന്നു അതിനേക്കാൾ വലിയ അത്ഭുതവും. അസംഭവ്യമായ ഒന്നായിരുന്നു അത്. അമേരിക്കയ്ക്ക് അതുവരെ അന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത ഒന്ന്, ഇന്നും സാധിക്കാത്ത ഒന്ന്, ഭൂരിപക്ഷ സമൂഹമായ പ്രൊട്ടസ്റ്റന്റുകൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്ന്, സാമ്പത്തിക ശക്തിയായ ജൂതർക്കും അതോടൊപ്പം തന്നെ മറ്റ് ചില വിഭാഗങ്ങൾക്കും ഒരിക്കലും താങ്ങാനാകാത്ത ഒന്ന്. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെയായിരുന്നു. പഠനശേഷം US നേവൽ സർവീസിൽ അദ്ദേഹം ചേർന്നു. 2ാം ലോക മഹായുദ്ധകാലമായിരുന്നു. PT ബോട്ടുകളുടെ കമാൻഡർ ആയിട്ടായിരുന്നു അദ്ദേഹം ചുമതലയേറ്റിരുന്നത്. PT 109 എന്ന ഒരു കപ്പൽ, അത് പസഫിക് സമുദ്രത്തിലെ തകർന്നു വീണു, രണ്ടായി പൊളിഞ്ഞു ചാടി. ആ ദുരന്തത്തിൽ അദ്ദേഹം സ്വയം രക്ഷപ്പെട്ടു. അപകടങ്ങളിൽ പെട്ടിട്ടുകൂടി അദ്ദേഹം സ്വയം രക്ഷപ്പെട്ടു. അതോടൊപ്പം ആ ബോട്ടിൽ ഉണ്ടായിരുന്ന തൻ്റെ സഹപ്രവർത്തകരെ കൂടി അദ്ദേഹം രക്ഷിച്ചു. ഈ ധീരത, ഈ സാഹസികത അദ്ദേഹത്തെ അമേരിക്കയിലെ വളരെ അറിയപ്പെടുന്ന ഒരു ഹീറോ ആക്കി മാറ്റി. അദ്ദേഹത്തെ പ്രമേയമാക്കിക്കൊണ്ട് അന്ന് സിനിമകൾ പോലും ഉണ്ടായി. അദ്ദേഹത്തെ അന്നത്തെ പത്രങ്ങളിലും ടെലിവിഷനുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഹീറോയിസം അവിടെ ഉദ്ഘോഷിക്കപ്പെടുകയുണ്ടായി. ആ ഒരു റിസൾട്ടിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു ഇമേജിൻ്റെ ഭാഗമായി മാത്രമാണ് ഒരു കാത്തോലിക്ക മതത്തിൽപ്പെട്ട ഇദ്ദേഹം, അതും ഈ പ്രൊട്ടസ്റ്റന്റുകൾ, കടുത്ത പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളിൽ ജീവിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മാറുന്നത്. തൻ്റെ റിപ്പബ്ലിക്കൻ എതിരാളിയായ അന്നത്തെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന റിച്ചാർഡ് നിക്സണെ അദ്ദേഹം കഷ്ടിച്ച് പരാജയപ്പെടുത്തി. തുടർന്ന് ഏറ്റവും സങ്കീർണമായ ഒരു കാലത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം വിശ്വാസത്തിൽ മായം ചേർത്തില്ല. തികഞ്ഞ കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു. മാർപ്പാപ്പയുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹം സൂക്ഷിച്ചു. 1961 പരാജയപ്പെട്ട ബേ ഓഫ് പിഗ്സ് അതിലൂടെയും ഓപ്പറേഷൻ മംഗൂസിലൂടെയും ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബൻ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ, പ്രൊട്ടസ്റ്റന്റുകൾ, ജൂതര്, ഇവരുടെ പിന്തുണയോടുകൂടി അദ്ദേഹം അവിടെ ചെയ്ത ക്യൂബ സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ സായുധ കലാപങ്ങൾ, രഹസ്യ നീക്കങ്ങൾ, ഇതെല്ലാം നടക്കുന്നത് ഈ ഒരു കാലത്തായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ചരിത്രത്തിലെ മറ്റൊരു നിർണായക പ്രതിസന്ധിയായിരുന്ന വിയറ്റ്നാം വാറും ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. വിയറ്റ്നാമിലെ സൈനിക നടപടികൾക്ക് 2ാം ഘട്ടത്തിൽ അനുമതി നൽകുന്നത് ഇദ്ദേഹമായിരുന്നു. ഇതിനിടയിൽ 1963 നവംബർ 22 ഡാളസ് നഗരത്തിലെ ഒരു മധ്യാഹ്നത്തിൽ ജോൺ F. കെന്നഡി വെടിയേറ്റ് വധിക്കപ്പെട്ടു. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് അദ്ദേഹം ടെക്സാസിൽ നിന്ന് ഒരു രാഷ്ട്രീയ യാത്രയിലൂടെ
ഡീലി പ്ലാസയിലെ ഒരു പ്രസിഡൻഷ്യൽ മോട്ടോർ കാറിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടെ സകലവിധ സെക്യൂരിറ്റികളോടെയും അകമ്പടികളോടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ ഒരു തവണ വെടിയേറ്റു. വെടിയുണ്ട തൊണ്ടയിലൂടെ കടന്ന് പുറത്തേക്ക് പോയി. അടുത്തത് തലയിലായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന് കൺഫേം ആക്കി. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ലിൻഡൻ ബി ജോൺസൺ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗതയിലായിരുന്നു. കൊലപാതകത്തിന് ലീ ഹാർവി നൊസാൾസ് എന്നൊരാളെ അറസ്റ്റ് ചെയ്തു. ഒരു ജമൈക്കക്കാരൻ. പോലീസ് ഓഫീസർ JD ടിപ്പറ്റിൻ്റെ കൊലപാതകത്തിന് ലീ ഹാർവി ഒസോൾഡിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ തന്നെയാണ് തുടർന്ന് കെന്നഡിയുടെ കൊലപാതകത്തിൻ്റെ കുറ്റം കൂടി ചുമത്തി വീണ്ടും അതിൻ്റെ പ്രതിപട്ടികയിൽ ആക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ വിവാദത്തിലേക്ക് മാറിയത്. വധസമയത്ത് അദ്ദേഹം ഈ പോലീസ് ഓഫീസറുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായിരുന്നു എന്നും ശേഷമാണ് കെന്നഡിയുടെ കൊലപാതകം നടക്കുന്നത് എന്നുമുള്ള ആരോപണങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അയർലൻഡിൽ നിന്നും കുടിയേറിയ ഒരു കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു ഈ പറയുന്ന വ്യക്തി. ഇദ്ദേഹവും തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പലവട്ടവും താൻ ആരെയും വെടിവെച്ചിട്ടില്ലെന്നും ഈ രണ്ട് പോലീസ് ഓഫീസറുടെ കേസിലും കെന്നഡിയുടെ കാര്യത്തിലും താൻ നിരപരാധിയാണെന്നും മാധ്യമങ്ങൾക്ക് മുമ്പിലും അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിലുമൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒസോൾഡിനും അധിക ആയുസ്സുണ്ടായില്ല. 2 ദിവസത്തിനു ശേഷം ജാക്ക് റൂബി എന്നൊരാൾ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. ഒസാൾഡിനെ പുതിയ ജയിലിലേക്ക് മാറ്റുന്നതിന് വാഹനത്തിൽ നിന്ന് ഇറക്കുമ്പോൾ ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ കനത്ത സെക്യൂരിറ്റിക്കും ബന്ധവസ്തുക്കൾക്കും ഇടയിൽ, അതും പരിപൂർണമായ തെളിവുകളോടെ. ഈ ജാക്ക് റൂബി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരുന്നു. മയക്കുമരുന്ന് കടത്തുന്ന കേസുകളിലെ പ്രതിയായിരുന്നു. കൊലക്കേസുകളിലെ പ്രതിയായിരുന്നു. അമേരിക്കയിൽ അന്നത്തെ പ്രമുഖമായ ചില റെഡ് സ്ട്രീറ്റുകളുടെ നടത്തിപ്പുകാരനായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ വ്യക്തിയെ ആണ് ഈ കേസിൽ അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം മീഡിയയ്ക്ക് മുമ്പിൽ ഒരു സംശയവും ഇല്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹം തൻ്റെ ഈ ജാക്ക് റൂബി ഈ കൊല നിർവഹിക്കുന്നത്. ഇതിന് കാരണമായിട്ട് അന്നത്തെ പോലീസും ഈ കേസ് അന്വേഷിച്ച കമ്മീഷനും പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹവും ഇദ്ദേഹത്തിന് കെന്നഡിയോടുണ്ടായിരുന്ന വിരോധവും ആയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നും ഉള്ള മറ്റൊരു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ഇദ്ദേഹത്തിനുള്ള താല്പര്യവും കൂറുമാണ് കൊലപാതക ശ്രമത്തിന് പിന്നിൽ എന്നുള്ളതായിരുന്നു രണ്ടാമത് ഇദ്ദേഹത്തിന് ഈ കേസിനെ ആസ്പദമാക്കിയിട്ട് മുമ്പോട്ട് വച്ച ഒരു കാരണമാക്കി ഇവർ മാധ്യമങ്ങൾക്ക് കൊടുത്തത്. JFK വധിക്കപ്പെട്ട ഉടൻ തന്നെ അന്നത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ പത്രങ്ങളുടെ തലക്കെട്ടുകൾ ക്യൂബൻ കൊലപാതകി എന്നതായിരുന്നു. നിരന്തരമായിട്ട് പത്രങ്ങളും നേതാക്കളും ടെലിവിഷൻ ചാനലുകളും ഒക്കെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പൊതു സ്വീകാര്യത ഈ വിഷയത്തിൽ ഈ വാദത്തിന് അന്ന് ലഭിച്ചിരുന്നില്ല. കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമായ ഒരു വാദമായി അന്ന് അത് നിലനിന്നു. കെന്നഡി വധത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തികളെക്കുറിച്ചുള്ള ചില സ്വകാര്യ പത്രങ്ങളുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഒക്കെ അന്വേഷണങ്ങൾ ചെന്ന് എത്തിയത് മൊസാദിലായിരുന്നു. പിന്നിൽ മൊസാദ് ആണെന്ന് അറിയാമായിരുന്നു എങ്കിലും അമേരിക്കയിലെ ഭൂരിപക്ഷം വരുന്ന ജനത കെന്നഡിയുടെ കൊലപാതകം ആഗ്രഹിച്ചിരുന്നു എന്നതായിരുന്നു സത്യം. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കപ്പെട്ടു പോയ ഒരു കാര്യമായി മാറി. പരസ്യമായ രഹസ്യം. എന്തുകൊണ്ടായിരുന്നു കെന്നഡി വധിക്കപ്പെട്ടത് എന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊരു ഡീപ് സ്റ്റേറ്റ് മർഡർ എന്ന നിലയ്ക്ക് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അടുത്ത ലക്കത്തിൽ നമുക്ക് പരിശോധിക്കാം. മലനാട് വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക.